ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എനാനിയ ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ലീവ് വളരെ എളുപ്പത്തിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നാണ് കണ്ടത്. ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേർ എന്നോട് ചോദിച്ചിരുന്നേ ആം ഹോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ബിഗിനേഴ്സ് ആയവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ കാൽക്കുലേഷൻ ബേസിൽ തന്നെയാണ് ഈ വീഡിയോയും ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ആം ഹോൾ വരയ്ക്കുന്നതിന് പ്രധാനമായിട്ടും 2 മെഷർമെൻറ്റാണ് വേണ്ടത്. ഒന്ന് ചെസ്റ്റ് സൈസും 2 ഷോൾഡറും. നോർമലായിട്ട് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് എങ്ങനെയാണ്? ബോഡി മെഷർമെൻറ്റ് ഷോൾഡർ എടുക്കും, അതിൻ്റെ പകുതിയായിട്ടാണ് നമ്മൾ ഷോൾഡർ വെച്ച് കൊടുക്കുന്നത്. ആ ഒരു മെഷർമെൻറ്റ് തന്നെ ആയിരിക്കും നമ്മൾ ആം ഹോൾ ഡൗൺ ആയിട്ടും എടുക്കുന്നത്. ഇത് ശരി തന്നെ ആയിരിക്കുമോ എന്ന് ബിഗിനേഴ്സിന് ചിലപ്പോൾ സംശയം തോന്നാം. ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കാൽക്കുലേഷനും കൂടെ ഇതിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് അതിൻ്റെ ഡൗട്ട് ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ കാണിക്കുന്ന കാൽക്കുലേഷൻ എല്ലാം 36 ചെസ്റ്റ് അളവ് വെച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് അളവ് ഏതാണോ ആ ചെസ്റ്റ് അളവ് വേണം നിങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം നമ്മളിവിടെ നോക്കാൻ പോകുന്ന കാൽക്കുലേഷൻ ഷോൾഡർ കണ്ടുപിടിക്കലാണ്. അപ്പോൾ ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡ് ബൈ 6 + 1. ഇതാണ് ഷോൾഡർ കണ്ടുപിടിക്കാനുള്ള കാൽക്കുലേഷൻ. അപ്പോൾ 36 അളവ് ചെസ്റ്റ് ഉള്ള ഒരാളുടെ ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ട് 36 ഡിവൈഡ് ബൈ 6 + 1. 36നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 6ആണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇവിടെ വരുന്നത് 7 ഇഞ്ചാണ്. ഇത് തന്നെയാണ് 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാളുടെ ബോഡിയിൽ നമ്മൾ മെഷർമെൻറ്റ് ചെയ്തെടുക്കുമ്പോൾ ഷോൾഡർ നേരെ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14 ഇഞ്ചായിരിക്കും. ഓക്കെ, 14 ഇഞ്ചിനെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 7ആണ്. അപ്പം നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻ്റ് ആയാലും കാൽക്കുലേഷൻ ബേസിൽ നമ്മൾ എടുക്കുന്ന മെഷർമെൻ്റ് ആയാലും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ആ മെഷർമെൻറ്റ് നമുക്ക് തുണിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു പോകാം. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കും. ഓക്കെ, ആദ്യം നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ തുണി പെർഫെക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത്, അതെങ്കിൽ ഒരേ അളവിലാണോ നമുക്കുള്ളത് എന്നും കൂടെ ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് മാറ്റി ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. കാരണം മുകളിലത്തെ ആ ഭാഗം കറക്റ്റായിട്ടല്ലെങ്കിൽ നമ്മൾ എത്ര അടയാളപ്പെടുത്തിയാലും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടൊരു ലെവൽ ഏതാണെന്ന് നോക്കിയതിന് ശേഷം അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ആ മെഷർമെൻറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് 7ആണ് ഷോൾഡറിന് കിട്ടിയത്. ആ 7 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ആം ഹോൾ ഡൗൺ ലൈൻ ആണ്. അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് വരുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് ആം ഹോൾ ഡൗൺ ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് ആം ഹോൾ ഡൗൺ ലൈൻ കണ്ടുപിടിക്കേണ്ട കാൽക്കുലേഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ആം ഹോൾ ഡൗൺ ലൈൻ കണ്ടുപിടിക്കേണ്ട കാൽക്കുലേഷനും ഏതാണ്ട് നമ്മൾ ഷോൾഡർ കണ്ടുപിടിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ് കേട്ടോ. അതായത് ചെസ്റ്റ് ഡിവൈഡ് ബൈ 6 + 1. ഇത് തന്നെയാണ് ആം ഹോൾ ഡൗൺ ലൈന് കണ്ടുപിടിക്കേണ്ട കാൽക്കുലേഷൻ. അപ്പോൾ നമുക്കിവിടെ 36 ചെസ്റ്റ് അളവുള്ള ഒരാളുടെ ആം ഹോൾ ഡൗൺ ലൈനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 തന്നെയാണല്ലേ. അപ്പോൾ ഷോൾഡറിന് നമുക്ക് 7 തന്നെയാണ് കിട്ടിയത്, ആം ഹോളിന് നമുക്ക് 7 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നോർമലായിട്ട് നമ്മൾ ഷോൾഡറിന് എടുക്കുന്ന അതേ സെയിം അളവ് തന്നെയാണ് ആം ഹോൾ ഡൗൺ ലൈനിലും കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബിഗിനേഴ്സിന് ഡൗട്ടുള്ളതാണ്. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ പറയുന്നത്. ഇനി നമ്മൾ ആം ഹോൾ ഡൗൺ ലൈൻ അടയാളപ്പെടുത്താൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഷോൾഡറിന് കൊടുത്ത അതേ ഒരു ലെവൽ തന്നെയാണോ ആം ഹോൾ ഡൗൺ ലൈന് അടയാളപ്പെടുത്തുമ്പോഴും നമുക്ക് താഴത്തെ ഭാഗം കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ഷോൾഡറിന് മുകളിൽ 7 അടയാളപ്പെടുത്തി. ഓക്കെ, അപ്പം നമ്മൾ താഴോട്ട് ആം ഹോൾ അടയാളപ്പെടുത്തുമ്പോഴത്തേക്കും ആ ലൈൻ വരുന്നത് സ്ട്രെയിറ്റ് തന്നെ ആയിരിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ 1/2 ഇഞ്ചോ 1/4 ഇഞ്ച് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടണമെങ്കിൽ ആദ്യം താഴെയും ആ ഒരു 7 ഇഞ്ച് തന്നെയാണോ കിട്ടിയിരിക്കുന്നത് എന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ആം ഹോൾ ഡൗൺ ലൈൻ താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ പറയുന്ന സ്പീഡാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. താഴെയും നമ്മൾ ഷോൾഡറിൻ്റെ അതേ ഒരു ലെവൽ താഴെയും അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മൾ പിന്നീട് ആം ഹോൾ ഡൗൺ ലൈനായിട്ട് താഴേക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആം ഹോൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തി. ഓക്കെ, ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു മെഷർമെൻറ്റ് എടുത്താൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ ആം ഹോൾ പെർഫെക്റ്റായിട്ട് ഫിറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം.
ഇനി നമ്മൾ അടുത്തതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റ് ലൈൻ ആണ്. അപ്പോൾ ചെസ്റ്റ് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആം ഹോൾ കട്ട് ചെയ്യാനുള്ള പെർഫെക്റ്റ് പ്ലേസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെസ്റ്റ് ലൈൻ കണ്ടുപിടിക്കേണ്ട കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ, ചെസ്റ്റിൻ്റെ 4/1 ഭാഗം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെസ്റ്റ് ലൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതെന്ന് പറയുന്നത്. കാരണം നമുക്ക് ആം ഹോൾ വരയ്ക്കണമെങ്കിൽ ഒരു എൽ ഷേപ്പ് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം ഒരു ലൈൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇത് എൽ ഷേപ്പ് ആക്കണമെങ്കിൽ നമുക്ക് ചെസ്റ്റ് ലൈനും കൂടെ ഉണ്ടെങ്കിലേ എൽ ഷേപ്പ് ആകുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞ് ഞാനിതിൽ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ചെസ്റ്റിൻ്റെ ഒരു ഭാഗം കണ്ടുപിടിക്കുക എന്നാണ്. അപ്പം നമുക്ക് ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 പ്ലസ് സീം അലവൻസ്. നമുക്ക് സീം അലവൻസ് ആയിട്ട് നമ്മൾ എത്രയാണ് അവിടെ കൊടുക്കേണ്ടത് അതും കൂടെ ആഡ് ചെയ്യുക. ഞാൻ സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നത് 2 ഇഞ്ചാണ്. അപ്പം ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 പ്ലസ് 2 ആണ്. 36 ചെസ്റ്റ് അളവുള്ള ഒരാളുടെ 4/1 9 അപ്പോൾ 9ൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ ചേർത്ത് 11 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ ചെസ്റ്റ് ലൈൻ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ആ മെഷർമെൻറ്റ് നമുക്കിവിടെ തുണിയിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 9 ഇഞ്ചാണ് എനിക്ക് ചെസ്റ്റ് ലൈനായിട്ട് കിട്ടിയത്. അപ്പോൾ 9 ഇഞ്ച് അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ആ 9 ഇഞ്ചിൻ്റെ അവിടെയും സീം അലവൻസിൻ്റെ അവിടെയും ഇതേപോലെ പ്രത്യേകം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ആ ഒരു മെയിൻ പോയിന്റിലാണ് നമുക്ക് ആം ഹോൾ വരച്ച് നിർത്തേണ്ടത്. അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. ഇനി അടുത്തതായി നമുക്കറിയേണ്ട കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ആം ഹോൾ കർവിൻ്റെ ഡെപ്ത് ആണ്. അതായത് നമുക്ക് നോർമലായിട്ട് ആം ഹോൾ കർവിൻ്റെ ഡെപ്ത് നമ്മൾ കൊടുക്കുന്നത് 1 ഇഞ്ചോ 1.5 ഇഞ്ചൊക്കെയാണ്. പക്ഷേ അത് നമ്മുടെ ബോഡിയിൽ പെർഫെക്റ്റായിട്ട് സൂട്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ ബോഡിക്കും അതാത് ആം ഹോൾ ഡെപ്ത് ഉണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് അത് ഇടുമ്പോഴത്തേക്കും സൂട്ടാവുകയുള്ളൂ. അപ്പോൾ ആം ഹോൾ കർവ് ഡെപ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡ് ബൈ 24 ആണ്. അപ്പോൾ 36 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരാളുടെ ആം ഹോൾ കർവ് ഡെപ്ത് എന്ന് പറയുന്നത് 36 ഡിവൈഡ് ബൈ 24 ഈക്വൽ എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇത് തന്നെ നമ്മൾ 32 ഇഞ്ചുള്ള ഒരു ചെസ്റ്റ് അളവ് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1.33 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ റൗണ്ട് ചെയ്ത് 1.25 ഇഞ്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഓരോ ചെസ്റ്റ് അളവിനും ഓരോ ആം ഹോൾ ഡെപ്ത് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് കർവ് വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് ആം ഹോൾ ഡെപ്ത് കർവിന് വേണ്ടി അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് താഴെയായിട്ട് ആം ഹോൾ ഡൗൺ ലൈനായിട്ട് കൊടുത്തിരിക്കുന്നതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ഇപ്പം 7ൻ്റെ മിഡ് പോയിൻ്റായിട്ട് ഞാനിവിടെ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു 3 പോയിൻറ്റും വേണം നമുക്ക് ആം ഹോൾ കർവായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്കിത് ഫ്രീ ഹാൻഡായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ആം ഹോൾ കർവ് സ്കെയിൽ കിട്ടും, ഷേപ്പ് ചെയ്യുന്ന സ്കെയിൽ കിട്ടും. ആ സ്കെയിൽ വെച്ച് നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. സ്കെയിൽ വെച്ചിരിക്കുന്ന രീതിയും കൂടെ നിങ്ങൾ നോക്കുക. ആ 3 പോയിൻറ്റും കണക്ട് ചെയ്യുന്ന പെർഫെക്റ്റ് പ്ലേസ് ഏതാണോ ആ ഒരു പ്ലേസ് കിട്ടുമ്പോഴാണ് നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഈ 3 പ്ലേസും ആ സ്കെയിൽ നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് വരണം. സ്കെയിൽ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ചെസ്റ്റ് ലൈനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ്. ആ 9 ഇഞ്ചിൽ വേണം കൊണ്ടുപോയി കണക്ട് ചെയ്ത് നിർത്താനായിട്ട്. അതിനുശേഷം വെറുതെ ജസ്റ്റ് ഒന്ന് ലൈൻ പോലെ കൊടുത്താൽ മതി. ബാക്കി സീം അലവൻസായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ 2 ഇഞ്ചിന്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ബാക്ക് പാർട്ടിനുള്ള ആം ഹോൾ ആണ്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ ആം ഹോൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ ഇങ്ങനെ പ്രത്യേകം ആം ഹോൾ വരയ്ക്കുന്നതെന്ന് ബിഗിനേഴ്സിന് ചിലപ്പോൾ ഡൗട്ട് തോന്നാം. നമ്മുടെ ബാക്ക് പാർട്ട് എന്ന് പറയുന്നത് വിരിച്ചിലുള്ള ഏരിയ ആണ് അല്ലേ. പക്ഷേ ഫ്രണ്ട് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് അത്ര വിരിച്ചിലില്ല. കാരണം ചെസ്റ്റിൻ്റെ ആ പോർഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയതായിട്ടൊരു കുഴിച്ചിൽ പോലെയുണ്ട്. അപ്പം ആ ഒരു പാർട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ ആം ഹോൾ ഫിറ്റ് ആവണമെങ്കിൽ അവിടെ ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും പ്രത്യേകം ആം ഹോൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൽ ഷേപ്പിൻ്റെ ആ എൻഡ് പോയിൻറ്റിൽ 1 ഇഞ്ച് നമുക്ക് അകത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? നമ്മുടെ ആ ചെസ്റ്റ് ലൈനില്ലേ, ആ ലൈനിൽ നിന്നും അകത്തേക്ക് 1 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആം ഹോൾ ഡൗൺ ലൈനിൻ്റെ അവിടെ നിന്നും നമ്മൾ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ മിഡ് പോയിൻ്റിൻ്റെ അവിടെ നിന്നും 1/2 ഇഞ്ച് ഇതേപോലെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ പോയിന്റുകളെല്ലാം ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടല്ല, എൽ ഷേപ്പിൽ വേണം കണക്ട് ചെയ്ത് കൊടുക്കാൻ. കാരണം നമ്മൾ മേളിൽ അടയാളപ്പെടുത്തിയില്ല. മുകളിൽ നമ്മൾ ഷോൾഡർ എവിടെയാണോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു പോയിന്റിൽ നിന്ന് വേണം നമുക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ കണക്ട് ചെയ്ത ആ കോർണറിൽ നിന്നും 1.5 ഇഞ്ച് ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആം ഹോൾ ഷേപ്പിംഗ് സ്കെയിൽ വെച്ച് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത ആ പോയിന്റുകളെല്ലാം ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുകളിലത്തെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ പോകാൻ പാടില്ല. ഇതേപോലെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ ഇതേപോലെ സ്കെയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കർവായിട്ട് തന്നെ വരച്ചെടുക്കുക. കാരണം നമ്മൾ മിഡ് പോയിന്റ് വരെ നമ്മൾ റൗണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മുകളിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ലൈന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകാതെ ചെറുതായിട്ടൊരു കർവ് വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ച് ചെറിയൊരു ഷേപ്പ് വരച്ചെടുക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആം ഹോൾ നമ്മളിപ്പം വരച്ചെടുത്തു അല്ലേ. അപ്പോൾ ഈ വരച്ചെടുത്ത ആം ഹോൾ നമ്മുടെ ബോഡിയിൽ അത് കറക്റ്റായിട്ട് സൂട്ടാകുമോ എന്നുള്ളത് അറിയാനുള്ള ഒരു ചെറിയൊരു കാൽക്കുലേഷനാണ്. അപ്പോൾ ആ കാൽക്കുലേഷൻ വരുന്നത് ചെസ്റ്റ് ഡിവൈഡ് ബൈ 4 മൈനസ് 1 എന്നാണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ 36 ചെസ്റ്റ് അളവുള്ള ഒരു ആളുടെ ആം ഹോൾ അളവ് എത്രയാണെന്ന് നോക്കാം. 36 ഡിവൈഡ് ബൈ 4 മൈനസ് 1. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 കിട്ടും. ആ 9ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 8 കിട്ടും. അപ്പോൾ ഈ 8 തന്നെയാണോ നമ്മുടെ ആം ഹോളിൽ നമ്മൾ വരച്ചെടുത്തപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് അളന്ന് നോക്കാം. നമുക്ക് 8 ഇഞ്ച് തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ച് താഴേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ സീം അലവൻസിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇതേപോലെ ഒന്ന് താഴെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ആ 1/2 ഇഞ്ചിൽ നിന്ന് വേണം താഴേക്ക് നമുക്ക് മെഷർ ചെയ്ത് നോക്കാനായിട്ട്. മെഷർ ചെയ്യുമ്പോൾ ഒരിക്കലും ഇതേപോലെ നമ്മൾ വരച്ചെടുത്ത ആ ഒരു ലൈനിൻ്റെ പുറത്ത് കൂടി നിങ്ങൾ മെഷർ ചെയ്യരുത്. കാരണം നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് അവിടെയില്ല. സ്റ്റിച്ചിങ് ഒരു 4 ഇഞ്ച് വിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ 4 ഇഞ്ചിൻ്റെ ആ ഒരു പൊസിഷനിൽ കൂടെ വേണം നമ്മൾ ഈ ടേപ്പ് വെച്ച് നമ്മൾ മെഷർ ചെയ്ത് നോക്കാനായിട്ട്. നോക്കിക്കേ, എനിക്കിവിടെ 8 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് സീം അലവൻസ്. അത് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുത്തതാണ് 2 ഇഞ്ച്. ഓക്കെ, അപ്പം നമുക്ക് എത്ര കിട്ടിയാൽ മതി? 8 ഇഞ്ച് കിട്ടിയാൽ മതി. അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് ചെക്ക് ചെയ്യുന്നത് ബാക്ക് പാർട്ടിൽ വരച്ചെടുത്ത ആം ഹോളിലായിരിക്കണം ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ ഒരു മെത്തേഡിൽ കൂടി നിങ്ങളൊന്ന് ആം ഹോൾ കർവ് കട്ട് ചെയ്തെടുത്ത് നോക്കുക. പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ആം ഹോൾ കർവ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.